നമസ്കാരം. പാർത്ഥ, നിലമ്പൂരിലെ പുതിയ അപ്ഡേറ്റ്സ് നോക്കിയാൽ ഇപ്പോൾ ഹിന്ദു മഹാസഭ അവർക്ക് ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നിട്ടുണ്ട്. തോക്കസ്വാമി അവിടെ സ്ഥാനാർത്ഥിയായി നിൽക്കുന്നുണ്ട്. അവരിപ്പോൾ പ്രധാനമായും BJPക്കെതിരെ ഒരു ആക്രമണം അഴിച്ചുവിടുന്നുണ്ട്. BJP അവിടെ വലിയ രീതിയിലുള്ള പ്രവർത്തനമൊന്നും നടത്തുന്നില്ല എന്നായിരുന്നു റിപ്പോർട്ടുകൾ. BJP ഇതിനെ ഒരു വലിയൊരു മത്സരമാക്കി കണക്കാക്കുന്നില്ല. അവർ തദ്ദേശ തെരഞ്ഞെടുപ്പിനെയും അതിനെ തുടർന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കാരണം ഇപ്പോൾ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ അവർ കാര്യമായി എടുക്കുന്നില്ല എന്നായിരുന്നുവെങ്കിലും ഇപ്പോൾ ഈ ഹിന്ദു മഹാസഭ അവിടെ വന്ന് BJPക്കെതിരെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി BJPക്കെതിരായി അവരുടെ ആക്രമണം നടത്തുമ്പോൾ എന്തായിരിക്കും അവരുടെ പ്രധാന ഉദ്ദേശം? അവിടെ ചേച്ചി പറഞ്ഞതുപോലെ ഹിന്ദു മഹാസഭയെ സംബന്ധിച്ചിടത്തോളം ഹിന്ദു മഹാസഭയ്ക്ക് ഇന്ത്യയുടെ ചരിത്രത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ അതിലൊരു സ്ഥാനമുള്ള സംഘടനയാണ് ഹിന്ദു മഹാസഭ. ഹിന്ദു മഹാസഭ കേരളത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നു പറഞ്ഞാൽ കുറേ കാലമായിട്ട് കേരളത്തിൽ ഹിന്ദു മഹാസഭയ്ക്ക് സംസ്ഥാന കമ്മിറ്റിയൊക്കെ ഉണ്ട്. പക്ഷേ അതൊരു ഊർജിതമായിരുന്നില്ല അല്ലെങ്കിൽ ആക്റ്റീവായിരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഹിമവൽ ഭദ്രാനന്ദ എന്ന് പറയുന്ന തോക്കസ്വാമിയെ അതിൻ്റെ സംസ്ഥാന അധ്യക്ഷനാക്കിക്കൊണ്ട് എല്ലാ ഘടകങ്ങളും അവർ എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പം പുനരുജ്ജീവിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ആദ്യപടി എന്നുള്ള നിലയ്ക്കാണ് നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നത്. ഇപ്പം നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയെ നിർത്തുന്നതിൽ തോക്കുസ്വാമി പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതായത് BJPക്ക് പലപ്പോഴും എന്താണ് ഇത്തരം കാര്യങ്ങളോട് താല്പര്യമില്ല. നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ BJPയുടെ ഉരുണ്ടുകളി നമ്മൾ കണ്ടതാണ്. അവിടെ വെറുതെ സമയവും കാര്യങ്ങളൊന്നും പാഴാക്കേണ്ട കാര്യമില്ല, നമ്മളവിടെ സ്ഥാനാർത്ഥിയെ നിർത്തേണ്ട കാര്യമില്ല എന്നായിരുന്നു ആദ്യമായിട്ട് BJPയുടെ അധ്യക്ഷനും അതുപോലെ തന്നെ BJPയും പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് അത്ര ശരിയായ കാര്യമല്ല എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. കാരണം നിലമ്പൂരിലെ BJPക്ക് വേണ്ടി വോട്ട് ചെയ്യുന്ന 10 ആളുകളുണ്ടെങ്കിൽ ആ 10 ആളുകൾക്ക് വേണ്ടി സ്ഥാനാർത്ഥിയെ നിർത്തണം എന്നുള്ളതാണ് BJP. ഇന്ത്യയിൽ ഒന്നുമല്ലാതിരുന്ന കാലഘട്ടത്തിൽ നിന്ന്, ഒരു വോട്ട് പോലും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ നിന്നാണ് ഇന്ത്യയുടെ അധികാര സ്ഥാനത്തേക്ക് BJP എത്തിയത് എന്നുള്ളത് ആരും മറക്കരുത്. കേരളത്തിലെ BJPയുടെ നേതൃത്വം മറന്നുപോകരുത്. ഇപ്പം കേരളത്തിലെ BJP നേതാക്കന്മാരെല്ലാം അവിടത്തേക്ക് എത്തുന്നുണ്ട്. ഷോൺ ജോർജ് ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അവർ കൊണ്ടുവന്ന സ്ഥാനാർത്ഥി ഏതാണ് എന്നുള്ളത്, ഇപ്പോൾ കേരള കോൺഗ്രസിൽ നിന്ന് ഒരാളെ രാജിവെപ്പിച്ച് അവിടെ മത്സരിപ്പിക്കുകയാണ് ആര് ചെയ്യുന്നത്? ഈ പറയുന്ന പോലെ BJP ചെയ്തിട്ടുള്ളത്. അത് ആരാണ് എന്ന് അറിയില്ല. ഇന്ന് ഈ ഹിമവൽ ഭദ്രാനന്ദ, തോക്കുസ്വാമി എന്ന് വിളിക്കപ്പെടുന്ന ഹിമവൽ ഭദ്രാനന്ദ, അദ്ദേഹം പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. അവൻ പറയുന്നത് എവിടെന്നോ ഒരു സ്ഥാനാർത്ഥിയെ ചാക്കിടുന്നു, ആ സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് BJP അവിടെ നിർത്തുന്നു, എന്നിട്ട് BJP അതിനു വേണ്ടി വോട്ട് പിടിക്കുന്നു. കാര്യമായ പ്രവർത്തനങ്ങളോ കാര്യങ്ങളോ ഇല്ല. തുഷാർ വെള്ളാപ്പള്ളിക്കെതിരെ കൂടുതൽ കുറേ ആരോപണങ്ങളൊക്കെ അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. ഇതിൽ തന്നെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, യഥാർത്ഥത്തിൽ ഹിന്ദുക്കളുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കാൻ ഇവിടെ BJP തയ്യാറാവുന്നുണ്ടോ? നരേന്ദ്രമോദിയെ അദ്ദേഹം അനുകൂലിക്കുന്നുണ്ട്. നരേന്ദ്രമോദിയെയും സംഘത്തെയും അനുകൂലിക്കുന്നുണ്ട്. അതായത് RSSനെ അനുകൂലിക്കുന്നുണ്ട്. ദേശീയ വ്യാപകമായി RSSും BJPയും ചെയ്യുന്ന കാര്യങ്ങൾ കേരളത്തിലെ BJP ചെയ്യുന്നില്ല. കേരളത്തിലെ BJP അതിനുള്ള ഒരു രീതിയിലേക്ക് BJP മാറുന്നില്ല എന്നാണ് സ്വാമി പറയുന്നത്. അതിൽ കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ കുറേയൊക്കെ കാര്യമുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം കേരളത്തിലെ BJP പലപ്പോഴും എന്താണ് ഒരു ഹിന്ദു വിഭാഗങ്ങൾക്ക് വേണ്ടി, ഇപ്പം ഞാൻ പറയാം മുസ്ലിം ലീഗ് വളരെ മതേതരത്വമായ പാർട്ടിയാണെന്ന് പറയുന്നു, മുസ്ലിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നു. പക്ഷേ BJP ഹിന്ദു പാർട്ടിയാണ്, അല്ലെങ്കിൽ ഒരു മൊത്തത്തിലൊരു ഹിന്ദു പാർട്ടി എന്ന ലേബലിൽ അറിയപ്പെടുന്ന പാർട്ടിയാണ്. അങ്ങനെ അല്ലെങ്കിൽ കൂടിയും ക്രിസ്ത്യൻസും മുസ്ലിംസും ഒക്കെ ഉണ്ട്, പക്ഷേ ഹിന്ദു ലേബലിൽ അറിയപ്പെടുന്ന പാർട്ടിയാണ്. ഈ പാർട്ടി ഹിന്ദുക്കൾക്ക് വേണ്ടി എന്താണ് ഇവിടെ ചെയ്തിട്ടുള്ളത് എന്നൊരു വലിയ ചോദ്യമല്ലേ? ചോദ്യമുണ്ട്. കാരണം അത് ഹിന്ദുക്കൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തതായിട്ട് ഇപ്പം ചേച്ചി കൃത്യമായിട്ട് എന്തെങ്കിലും അറിയുന്നുള്ളത് എനിക്കറിയില്ല. കാരണം ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. ഇവിടെ പാവപ്പെട്ട എത്രയോ ഹിന്ദുക്കൾ ജോലിയില്ലാതെ, മരുന്ന് വാങ്ങാനില്ലാതെ, പൈസയുടെ പ്രശ്നം കൊണ്ടൊക്കെ നടക്കുമ്പോൾ എത്ര BJPയുടെ ട്രസ്റ്റുകൾ സഹായിക്കുന്നുണ്ട് എന്ന് ചോദിച്ചാൽ ഇല്ല. ഇത്തരം കുറേ വൈകാരികമായ വിഷയങ്ങളാണ് ഹിന്ദു മഹാസഭ ഉയർത്തിപ്പിടിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ ഇവർ പറയുന്നൊരു കാര്യമുണ്ട്, BJP ആത്മാർത്ഥമായിട്ടല്ല ഈ തെരഞ്ഞെടുപ്പിനെ. അതിൽ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. ഇപ്പൊ BJP എന്ന് പറയുന്നത് ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടിയാണ്. അപ്പൊ ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടിക്ക് ഒരു മതത്തിന് വേണ്ടി മാത്രം നിലകൊള്ളാൻ കഴിയുമോ? അല്ല, അത് വലിയ ചോദ്യമാണ്. പക്ഷേ ഈ BJPയെ സംബന്ധിച്ചിടത്തോളം ഹിന്ദു പോളറൈസേഷൻ, ഹിന്ദു എന്ന് പറഞ്ഞാൽ എന്താണ്, ഭാരതത്തിലുള്ള ആളുകളെല്ലാം ഹിന്ദുക്കളാണ് എന്നുള്ള തോട്ടിലുള്ളൊരു പാർട്ടിയാണ് BJP എന്ന് പറയുന്നത്. ഒരിക്കലും BJPയുടെ ആത്മീയത എടുത്ത് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അത് ഹിന്ദു ആത്മീയതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭാരതാംബയെ എന്താണ് മാതാവായി കാണുന്ന ഒരു പാർട്ടിയാണ് BJP. അതിലൊരു പാർട്ടിക്ക് വേണ്ടി എന്നുള്ളത് മാത്രമല്ല, പക്ഷേ ക്രിസ്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം സഭകൾ അവരുടെ കാര്യം കൃത്യമായി അന്വേഷിക്കുന്നുണ്ട്. അല്ല, അപ്പോൾ ഒരു സംശയം, ഈ ഹിന്ദു മഹാസഭ എന്ന് പറയുന്നതിലെ ഹിന്ദു എന്ന് പറയുന്ന വാക്ക് ഈ ഇന്ത്യയിൽ ജീവിക്കുന്ന ആൾക്കാരെ ഉദ്ദേശിച്ച് ഹിന്ദു എന്നതാണോ? അങ്ങനെ ആയിരിക്കണം. ഇന്ത്യയിലെ ആളുകളെല്ലാം ഹിന്ദു എന്നാണോ ഹിന്ദു മഹാസഭ ഉദ്ദേശിക്കുന്നത് എനിക്കറിയില്ല. കാരണം ഹിന്ദു മഹാസഭയിലെ ഹിന്ദു ഒരുപക്ഷെ യഥാർത്ഥ ഹിന്ദു മതം
നമ്മൾ വിശ്വസിക്കുന്നുണ്ടല്ലോ ഹിന്ദു മതത്തിൽ ഇന്ന ആളുകളുണ്ട്, ആ ആളുകളെ ഉദ്ദേശിച്ചായിരിക്കാം ഹിന്ദു മഹാസഭ ഒരു പക്ഷേ ഹിന്ദു എന്ന് വെച്ചിട്ടുണ്ടാവുക. പക്ഷെ BJPയെ സംബന്ധിച്ചിടത്തോളം, RSSനെ സംബന്ധിച്ചിടത്തോളം ഹിന്ദു എന്ന് പറഞ്ഞാൽ ഭാരതത്തിലുള്ള ആളുകൾ ആരെല്ലാമാണോ അവരെല്ലാം ഹിന്ദുക്കളാണ്. സിന്ധിൻ്റെ ഇപ്പുറത്തേക്ക് വന്ന ഹിന്ദു, അങ്ങനെയാണ് അതിനെ നിർവചിച്ചിട്ടുള്ളത്. RSSൻ്റെ പിന്നെ സർസംഘചാലക അടക്കം ഈ അടുത്ത് പറഞ്ഞത് അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ എന്താണ് ഇവിടെ അവർക്ക് വേണ്ടി ഒരു കാര്യവും ചെയ്യുന്നില്ല. കേരളത്തിൽ BJP ഹിന്ദുക്കൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്നാണ് ഹിന്ദു മഹാസഭയുടെ ഒരു ആരോപണമായിട്ട് വരുന്നത്. അതിൻ്റെ സത്യാവസ്ഥയും കാര്യങ്ങളും ഒക്കെ ആര് പരിശോധിക്കേണ്ടതാണ്? ഈ പറയുന്ന പോലെ കേരളത്തിലെ BJPയും കേരളത്തിലെ വോട്ട് ചെയ്യുന്ന വോട്ടർമാരും ഒക്കെ പരിശോധിക്കേണ്ട കാര്യമാണ്. പക്ഷേ BJPക്കെതിരെ എന്തുകൊണ്ട് ഇത്തരത്തിലൊരു പ്രചാരണം വരുന്നു എന്നുള്ളത് നമ്മൾ ആദ്യം ആലോചിക്കണം. ഒരു മോഹൻ ജോർജോ എന്തോ അദ്ദേഹത്തിൻ്റെ പേര്, സ്ഥാനാർത്ഥിയുടെ പേര് പോലും കറക്റ്റ് നമുക്ക് ഓർമ്മയില്ലാത്ത അവസ്ഥയാണ് അവിടെ BJPയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അദ്ദേഹം ഒരു കേരള കോൺഗ്രസ്സുകാരനെ രാജിവെപ്പിച്ച് മത്സരിപ്പിക്കേണ്ട അവസ്ഥയാണോ? അതെന്താ നിലമ്പൂരിൽ BJP പ്രവർത്തകരാരും ഇല്ലേ? അതാണ് ചോദ്യം. കാരണം BJPക്ക് അവിടെ ഈ കേരള കോൺഗ്രസ് നിന്ന് രാജിവെപ്പിച്ച് ഒരാളെ മത്സരിപ്പിക്കേണ്ട അവസ്ഥയാണോ ഉള്ളത് എന്നുള്ളത് നമ്മൾ ചോദിക്കേണ്ടതാണ്. എത്രയോ നല്ല പ്രവർത്തകർ അവിടെ BJPക്ക് ഉണ്ട്. കിട്ടുന്ന വോട്ട് മതി, ആ വോട്ടിന് നല്ല ആളുകളെ അവിടെ മത്സരിപ്പിക്കാമായിരുന്നു. അപ്പോൾ മറ്റൊരു സംശയം ഞാൻ ചോദിക്കുന്നത്, അപ്പോൾ അവിടെ ഈ ഒരു ഹിന്ദു മതത്തിൽ നിന്ന് പുറത്തു നിന്നൊരാളെ BJP സ്ഥാനാർത്ഥിയാക്കിയതിലുള്ള ഇഷ്ടക്കേടായിരിക്കും ഈ ഹിന്ദു മഹാസഭ ഇപ്പം ഇത്തരത്തിലൊരു നടപടിയിലേക്ക് നീങ്ങി? അല്ല, അവിടെ ഈ പറയുന്ന BJP സ്ഥാനാർത്ഥിയെ നിർത്തുന്നതിന് മുമ്പ് തന്നെ ഹിന്ദു മഹാസഭ അവിടെ ആക്റ്റീവായിരുന്നു. അവരെ വന്നിരുന്നു, അവിടെ അവർ സ്ഥാനാർത്ഥിയെ നിർത്തുമെന്ന് പറഞ്ഞിരുന്നു. ഇത് ഹിന്ദു വിഭാഗത്തെ പരിഗണിക്കാത്ത BJPക്കുള്ള താക്കീതാണ് എന്നുള്ള നിലയിലാണ് അവർ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഇതിൻ്റെ പുറത്ത് ആ ഒരു സംഭവം വന്നതിന് ശേഷവും BJP ചെയ്തത് എന്താണ്? BJP ചെയ്തത് അപ്പുറത്തുനിന്ന് ഒരാളെ വലിക്കുന്നു, അവിടെ പിന്നെ സഭയുടെ ആളാണോ ഇയാളെന്ന് ചോദിക്കുന്നു, എന്നിട്ട് അയാളെ കൊണ്ട് തിരഞ്ഞെടുപ്പിന് നിർത്തുന്നു. ഞാൻ ചോദിക്കട്ടെ, എത്ര ക്രിസ്ത്യാനികൾ ഈ BJPയുടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യും എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. അവിടെ BJPക്ക് ഇഷ്ടംപോലെ നല്ല നേതാക്കന്മാരുണ്ടാഞ്ഞിട്ടും അവരെ ഒന്നും പരിഗണിക്കാതെ ഇവരെ വെക്കുമ്പോഴാണ് ഈ ഹിന്ദു മഹാസഭ എന്ന് പറയുന്ന ഐഡിയോളജി അല്ല ഞാൻ പറയുന്നത്, തോക്ക് സ്വാമിയൊക്കെ പറയുന്ന ചില കാര്യങ്ങളോട് എന്താണ് ആളുകൾക്ക് ചില താല്പര്യങ്ങൾ വരുന്നത്. ആ തോക്കുസ്വാമിക്ക് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഹിന്ദു മഹാസഭയ്ക്ക് എങ്ങനെയാണ് അവിടെ സ്വീകാര്യത ലഭിക്കുന്നത്? അവിടെ ചാനലുകൾ ഇന്നും ഇന്നലെയും ഒക്കെ ആയിട്ട് ഹിമവൽ ഭദ്രാനന്ദ എല്ലാ ചാനലുകളിലും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്ന വാക്കുകൾ വളരെ കൃത്യമായി ചാനലുകൾ കൊടുക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് കൊടുക്കുന്നത്? BJPക്കെതിരെ പറയുന്ന കാര്യങ്ങൾ, BJPയെ അല്ലെങ്കിൽ RSSനെതിരെ പറയുന്ന കാര്യങ്ങൾ, കേരളത്തിലെ RSSനെയും BJPയാണ് ഉദ്ദേശിച്ചത്. അതും RSSനെ മാറ്റി നിർത്തി BJPയെ മാത്രമായിട്ട് പറയുന്നു എന്ന് പറയുന്നത് കുറച്ചും കൂടെ ശരി. അങ്ങനെ പറയുന്ന കാര്യങ്ങളിൽ വാലിഡാണ്, അല്ലെങ്കിൽ അത് കുറച്ചുകൂടി യാഥാർത്ഥ്യമുള്ളതാണ് എന്ന് പറയുന്നത് കൊണ്ടാണ് ഈ പറയുന്ന പല ചാനലുകളുടെയും അടിയിൽ കമൻറ്റിൽ വന്നിട്ട് ഇത് സത്യമാണ്, യഥാർത്ഥ സനാതനികളായ ഹിന്ദുക്കൾക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല എന്നൊക്കെയുള്ള കമൻറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് യോഗി ആദിത്യനാഥും അതുപോലെ അങ്ങനെയുള്ള പല ആളുകളും ഹിന്ദു മഹാസഭയും ഒക്കെ ആയിട്ട് പ്രവർത്തിച്ച ആളുകളാണ്. അവരെയാണ് പിന്നീട് BJP ഇതിലേക്ക് കൊണ്ടുവന്നത്. അപ്പം നിലമ്പൂരിൽ ഇങ്ങനെയും ഒരു രാഷ്ട്രീയം പുകയുന്നുണ്ട്. അവിടെ സ്വാമി ഭദ്രാനന്ദൻ്റെ നേതൃത്വത്തിലും ചില കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അവർ ഉയർത്തിപ്പിടിക്കുന്ന കാര്യങ്ങൾ കേരളത്തിലെ BJPയും അതുപോലെ തന്നെ കേരളത്തിലെ സംഘവും ഒക്കെ പരിശോധിക്കേണ്ട കാര്യങ്ങളാണ്. അതില്ലെങ്കിൽ എന്താണ് വരും കാലങ്ങളിൽ വലിയ പ്രശ്നം സംഘടനയ്ക്ക് അഭിമുഖീകരിക്കേണ്ടി വരും. നമ്മൾ വിമർശനങ്ങൾ അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ മാത്രം പറയുന്നതിനിടയ്ക്ക് ചില പ്രശ്നങ്ങളും കൂടെ കണ്ട് ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ളതാണല്ലോ. അപ്പോൾ അതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. ബാക്കി എന്തായാലും അവിടെ എന്താ സംഭവിക്കുക നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം.